ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പൂരി മസാല ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് ആട്ട എടുത്തു. അതിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇച്ചിരിയും കൂടെ മഞ്ഞ കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ 1/4 ടീസ്പൂൺ, അപ്പം മഞ്ഞ കളറായിട്ടൊന്നും കിട്ടത്തില്ല. എന്നാലും മഞ്ഞൾ ആഡ് ചെയ്യുന്ന നല്ലതല്ലേ എപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാച്ചി തിളപ്പിച്ചാറ്റിയ പാല് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് സാദാ വെള്ളം നമ്മൾ ഫിൽറ്ററിൽ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ച് മാറ്റി വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ ഇത് പാലൊഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചപ്പാത്തി. നല്ല സോഫ്റ്റായിരിക്കും ചപ്പാത്തി. നല്ല പൊങ്ങി വരികയും ചെയ്യും, നല്ല സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം എടുത്ത് വയ്ക്കുമ്പോഴേ നല്ല ക്രിസ്പും ആയിരിക്കും. അപ്പം അത് മാവ് കുഴച്ച് വെച്ചു. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നല്ല ഫ്ലേവർ കിട്ടും. അപ്പം കസൂരി മേത്തിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും. അത് കഴിഞ്ഞിട്ട് ഇത് സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളകും നല്ലപോലെ റൗണ്ടായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുക് ഇടുക. കടുക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി തുടങ്ങാറാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം. കടലപ്പരിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഉഴുന്ന് പരിപ്പായാലും മതി. അത് രണ്ടും ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ജീരകവും ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഞാനിവിടെ കടലപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സവാളയുടെ കളറ് ഒരുമാതിരി ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ച കസൂരി മെത്തിയില്ലേ, അതും കൂടെ ആഡ് ചെയ്യണം. കസൂരി മെത്തി ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നല്ല ഫ്ലേവർ കിട്ടും, നല്ല മണവും നല്ല ടേസ്റ്റും കൂടെ കിട്ടും. സാധാരണ എല്ലാവരും അവസാനമാണ് കസൂരി മെത്തി ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു സവാള വഴറ്റുമ്പോഴേ കസൂരി മെത്തിയും കൂടെ ആഡ് ചെയ്യും. അപ്പം നല്ലൊരു ടേസ്റ്റ്, നല്ല മണവുമാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തു. സവാള വഴറ്റാൻ വേണ്ടി ഞാൻ ഉപ്പൊന്നും ആദ്യം ആഡ് ചെയ്യാറില്ല. അങ്ങനെ ഇതിനും ആഡ് ചെയ്യില്ല. ഈ ആഡ് ചെയ്തില്ലായിരുന്നു. ഇതിനിപ്പം നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്ത സമയത്ത് ആ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ല, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് കൂടുതൽ വേവിക്കാനൊന്നും പോകണ്ട. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആവും. ഈ പരുവാകും. അപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ മാവ് കുഴച്ച് വെച്ചില്ല, അത് ചെറിയ ഉരുളകളാക്കി മാറ്റണം. എന്നിട്ട് അത് പരത്തി റൗണ്ട് ഷേപ്പിൽ പരത്തി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് ഒരു കടായി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ആവശ്യാനുസരണം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് എണ്ണ നന്നായിട്ട് ചൂടാകണം. നന്നായിട്ട് ചൂടായില്ലെങ്കിൽ പൂരി നന്നായിട്ട് പൊങ്ങി വരത്തില്ല. ഇതുപോലെ പരുത്തി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എണ്ണ ചൂടായി കഴിഞ്ഞ് ഞാൻ ഓരോന്നായിട്ട് അതിനകത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇട്ട് കൊടുത്ത് ഈ ഒരു ഇതിൽ അപ്പോഴത്തേക്കും തിരിച്ചിടണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരും. കണ്ടോ, പൂരി ഒരു ബോൾ പോലെ പൊങ്ങി വന്നത്. എന്നിട്ട്
അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കണ്ട് ഈ കളറൊക്കെ ആകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് കോരി വറുത്ത് കോരി മാറ്റാം. അങ്ങനെ പെട്ടെന്ന് നല്ല പോലെ നല്ല ബോളായിട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. നല്ലതായിട്ട് ബോളായിട്ട് പൊങ്ങി വരികയും ചെയ്യും. കണ്ടോ, ഇതുപോലെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കുമെന്നും എനിക്കറിയാം. ഇനിയിപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.